മക്കളെ റീനീറ്റ് പ്രഖ്യാപിച്ചപ്പോഴേ ഇനി എന്ന് എക്സാം വരുമെന്നുള്ളത് നമ്മളെല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇപ്പോഴും ഡേറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ആവാതെ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. നമുക്ക് സമയമില്ല കളയാൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മൊത്തത്തിൽ യൂട്യൂബിലൊക്കെ കറങ്ങിക്കൊണ്ട് എന്താവും എന്ന് പറഞ്ഞിട്ട് ഉള്ള ചാനൽസിൻ്റെ മൊത്തം പിന്നാലെ പോവാണ്. ഇത്രയും നേരം നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും എക്സാം നടക്കുമെന്ന് ഉറപ്പാണല്ലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2016 നമ്മുടെ AIPMT എക്സാം നടത്തിയപ്പോൾ ഓൾ ഇന്ത്യ പ്രിലിമിനറി മെഡിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായിരുന്ന സമയത്ത് ബ്ലൂടൂത്തൊക്കെ വെച്ചിട്ട് ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾ എക്സാം എഴുതിയൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വീണ്ടും രണ്ടാമത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എക്സാം നടന്നു. പക്ഷേ എക്സാമും നല്ല ടഫായിരുന്നു. അതുമാത്രമല്ല സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എക്സാം പോയത് അന്ന് 40 ദിവസങ്ങളോടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ അന്ന് 6 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ എക്സാമാണ്. ഇന്നിത് എഴുതുന്നത് 22,78,000 കുട്ടികളാണ്. ഇത്രയും പേര് ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു സമയമെടുക്കും. NTA ഇത്രയും വലിയൊരു നെറികേട് നമ്മളോടൊക്കെ ചെയ്തു. NTA ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NTA ചെയ്തു തന്നെയാണ്, അങ്ങനെ തന്നെ പറയണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒന്നെങ്കിൽ പ്രിൻറ്റിങ് ഏരിയ എന്നായിരിക്കും, അല്ലാതെ ബാക്കി എല്ലായിടത്തിലും ഭയങ്കര സെക്യൂരിറ്റീസിലൂടെ പോകുന്നത്. അങ്ങനെ എവിടെ നിന്നും ഇത് ചോർന്നിട്ടാണല്ലോ മറ്റുള്ളവരിലേക്ക് എത്തിയിരിക്കുന്നത്. രാജസ്ഥാനിൽ ഇത് എല്ലാ രീതിയിലും എത്തേണ്ട ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു, മാസമായിട്ട് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടതും CBIയിലേക്ക് വീണ്ടും അന്വേഷണം വിട്ടതും എല്ലാം തന്നെ സംഭവിച്ചേക്കുന്നത്. ഈ രീതിയിലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന ഇതിപ്പം മെയ് കഴിഞ്ഞ് എന്തായാലും മെയ് തീരാറായി, ഇങ്ങനെ പാതിയായി. ജൂണും കഴിഞ്ഞ് ജൂലൈയിലേക്ക്, അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിലേക്ക് എന്തായാലും നിയർലി 60 days അതിനുള്ളിൽ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മൾ അന്നത്തെ ദിവസം 40 എടുത്തിരുന്നെങ്കിൽ, ആ ഒരു വർഷം 40 എടുത്തെങ്കിൽ ഈ വർഷം ഒരു 60 ദിവസത്തോളം ഈ എക്സാമിന് വേണ്ടിയിട്ട് എടുക്കും. മെയ് 3 ശേഷം അങ്ങോട്ടേക്ക് ചിലപ്പോഴൊരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക്, ഒരു സെക്കൻഡ് വീക്ക്, ആ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്താൽ മതി എക്സാം. അങ്ങനെയാണ് ഇത്രയും സമയം നമുക്ക് പഠിക്കണം, ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് JPCൻ്റെ ടെസ്റ്റ് സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ആവാം. വീണ്ടും ഞാൻ പറയാം, എടുത്തെടുത്ത് പറയാം, നമ്മുടെ JPCയിലെ കുട്ടികൾ, ഇവിടുത്തെ റിപ്പീറ്റേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻട്രൻസ് എക്സാം കഴിഞ്ഞപ്പോൾ അവർ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു വാക്കാണ്, സാറ് JPCയിൽ കണ്ടേക്കുന്ന പോലത്തെ തന്നെയായിരുന്നു എക്സാംസ് ഓരോന്നും, പക്ഷേ സമയം കുറച്ചും കൂടെ കൂടുതൽ എടുക്കേണ്ടി വന്നു. നമ്മുടെ ബയോളജിയിൽ എങ്ങനെയാണോ ചോദിച്ചാൽ അതുപോലുള്ള പേപ്പറാണ് ഞങ്ങൾ കണ്ടത്. അതായത് JPCയിൽ ഇതുവരെ നടത്തിയേക്കുന്ന പോലുള്ള സിമിലർ പേപ്പറായിരുന്നു അവർ നീറ്റ് എൻട്രൻസ് എക്സാമിൽ കഴിഞ്ഞത്. ഇത് ചുമ്മാ പറയുന്നല്ല, ഇങ്ങനെ എല്ലാവരും ചിലപ്പോൾ പറയുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള JPC നടത്തിയേക്കുന്ന 50ഓളം പേപ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് വേണം, നിങ്ങൾ താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തരാം പേപ്പേഴ്സ്. നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയേ, അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഉറപ്പായിട്ടും. ആ നീറ്റ് എക്സാം ഈ കഴിഞ്ഞ മെയ് 3 നിങ്ങൾ എഴുതിയ എക്സാമും അന്ന് JPC കൊടുത്ത പേപ്പേഴ്സും ഒരുപോലെ ഇല്ലേന്ന് ഉറപ്പായിട്ടും. അതുപോലെ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ താഴെ വന്നിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ JPC ഒരുങ്ങുന്നുണ്ട് നിങ്ങളുടെ റിസൾട്ടിനായിട്ട്. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് എത്രയും പെട്ടെന്ന് താഴെ ജോയിൻ ചെയ്തോ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിനും ഇനി വരാൻ പോകുന്ന ഈ 2 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ JPC എന്നും കൂടെ ഉണ്ടാവും. കഴിഞ്ഞ 2024 നീറ്റിൽ ഇതേപോലെ തന്നെ റീനീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അന്ന് കുട്ടികളുടെ ഒപ്പം ഏറ്റവും കൂടുതലായിട്ട് സ്റ്റാൻഡ് ചെയ്ത JPC ആയിരുന്നു. പക്ഷെ അതിന് ചൊല്ലിയിട്ട് കുറേ പരാതികൾ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, കുറേ രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം തുടക്കത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. പക്ഷെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളും വീണ്ടും പറയാൻ തുടങ്ങിയത് കാര്യങ്ങളെക്കുറിച്ച്. എന്ത് കാര്യങ്ങളാണെങ്കിലും കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് JPC. എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ നമുക്ക് ഒരു മടിയില്ല. ഈ NTA ചെയ്ത് കൂട്ടി ഇത്രയും വലിയ തെമ്മാടിത്തരം ഇനി ഒരു തവണയും കൂടെ നമ്മുടെ കുട്ടികളോട് ചെയ്യരുതെന്ന് തന്നെ പറയാനുള്ളൂ. കാരണം അത്രത്തോളം വിഷമിച്ചിട്ടാണ് ഓരോ കുട്ടിയും നിൽക്കുന്നത്. സന്തോഷം നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ എന്തായാലും മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ട ഒരു കുട്ടി, ഇനി ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി പറയാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിക്കും മക്കളെ, നന്നായിട്ട് പഠിക്കും. കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും.